ട്യൂട്ടോറിയൽ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് ഷെയ്ഡിങ്ങിൻ്റെ ബേസിക്സ്, എങ്ങനെ നന്നായി ഷെയ്ഡ് ചെയ്യാം, എങ്ങനെ നന്നായി ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യാം, അതുപോലെ എവിടേക്കാണ് ഡാർക്ക് ഷെയ്ഡ്സ് കൊടുക്കേണ്ടത്, എവിടേക്കാണ് ലൈറ്റ് ഷെയ്ഡ്സ് കൊടുക്കേണ്ടത്, അതൊക്കെ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അതുപോലെ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ ഓരോ ഫേസിൻ്റെ ഓരോ പോർഷൻസ് ഒക്കെ കൊടുത്തിട്ട് അവിടേക്ക് എങ്ങനെ ഷെയ്ഡ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കരുത്. കാരണം എനിക്ക് ഈ മന്ത് എക്സാം ആണ്. അപ്പോൾ എത്രമാത്രം എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. ഷെയ്ഡിങ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പ്രഷർ കൺട്രോൾ, നമ്മുടെ കൈമ പ്രഷർ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മളിപ്പോൾ പെൻസിൽ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രഷറായിട്ട് നന്നായിട്ട് ബ്ലാക്ക് കളർ പോലെ വരാനായിട്ട്, നല്ല ഡാർക്ക് ഷെയ്ഡ്സ് വരാനാണ് ഇവിടെ പിടിച്ച് വരയ്ക്കുക. അതുപോലെ നമ്മൾ എപ്പോഴും ഇവിടെ പിടിച്ച് വേണം വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ വേണം പെൻസിൽ പിടിക്കാൻ. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അതുപോലെ നല്ല ലൈറ്റ് ആയിട്ടൊക്കെ ഷെയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ലൈറ്റ് ഷെയ്ഡിലോടുത്ത് എപ്പോഴും ലൈറ്റ് ഷെയ്ഡ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവിടെ പിടിച്ചിട്ട് നമുക്ക് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഡാർക്ക് ആയിപ്പോയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ആ ഒരു നീറ്റ്നെസ് പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ പെൻസിൽ ഇവിടെ പിടിച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ലൈറ്റായിട്ട് നമുക്ക് വരകൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പെൻസിൽ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ലൈറ്റർ ഷെയ്ഡിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡിലേക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്ത് പഠിക്കുക. നമുക്കൊരു പ്രഷർ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. നമ്മൾ ഒന്നല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന്, പേപ്പറിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഷെയ്ഡ് ചെയ്ത് പഠിക്കുക. അതുപോലെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഷെയ്ഡ് ചെയ്ത് പഠിക്കുക. അതുപോലെ കോർണർ ടു കോർണർ ഷെയ്ഡ് ചെയ്ത് പഠിക്കുക. ഇതുപോലെ ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡിലേക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രഷർ കൺട്രോൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നിടത്ത് ലൈറ്റ് ഷെയ്ഡും അതുപോലെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നിടത്ത് ഡാർക്ക് ഷെയ്ഡൊക്കെ കൊടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ ബോക്സുകൾ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഏത് പെൻസിലാണ് എടുക്കണേ അതിൻ്റെ ഏറ്റവും ലൈറ്റായിട്ട് നമുക്ക് ഏത് ഷെയ്ഡാണ് കൊടുക്കാൻ പറ്റുന്നത് അത് നമ്മൾ ഫസ്റ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഭയങ്കര പ്രഷർ കുറവ് അപ്ലൈ ചെയ്തിട്ട് വേണം അത് കൊടുക്കാനായിട്ട്. ഞാൻ പെൻസിൽ പിടിച്ചേക്കണേ ഏറ്റവും ബാക്കിലേക്ക് ഇറക്കി പിടിക്കുക. അത് നെക്സ്റ്റ് ബോക്സിൽ അതിനേക്കാൾ കൂടുതൽ ഷെയ്ഡ് അതിനൊക്കെ കൂടുതൽ പ്രഷർ കൊടുത്തിട്ട് ഷെയ്ഡ് ചെയ്യാം. അതുപോലെ നമ്മൾ പ്രഷർ കൂട്ടി കൊണ്ടുവരാം. ഇനി തേർഡ് ബോക്സ് ആകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രഷർ കൊടുത്തിട്ട് കുറച്ചും കൂടി ഡാർക്കറായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക. അതുപോലെ ഫൈനൽ ബോക്സിൽ നന്നായിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് നല്ല ഡാർക്ക് ഷെയ്ഡിൽ ഷെയ്ഡ് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ നമ്മുടെ കൈക്ക് പ്രഷർ കൺട്രോൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു പെൻസിൽ വെച്ചിട്ടാണ് ഈ 4 ഷെയ്ഡ്സും ഉണ്ടാക്കിയെടുത്തേക്കണം. 4 ഗ്രേഡ് നമ്മൾ ഇവിടെ ഷെയ്ഡ്സ് ഉണ്ടാക്കിയെടുത്തു ഒറ്റ പെൻസിൽ വെച്ചിട്ട് തന്നെ. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഷെയ്ഡ് സ്മൂത്ത്ലി. നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മുടെ പെൻസിലിൻ്റെ ലൈൻസ് തമ്മിൽ ഗ്യാപ്പ് വരാണ്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഓരോ ലൈൻസും തമ്മിൽ ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിലാണ് ഷെയ്ഡ് ചെയ്യണത്. അപ്പം നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഷെയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഇവിടെ കണ്ട ഇങ്ങനെ അകത്തി ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊട്ടും നമുക്ക് ഫിനിഷിങ് കിട്ടില്ല. നമ്മളെപ്പോഴും ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈൻസ് തമ്മിൽ ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം ഷെയ്ഡ് ചെയ്ത് എടുക്കാൻ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡ് ലൈറ്റ്. നമ്മൾ എവിടെ നിന്നാണോ ലൈറ്റ് വരണേ അതിനനുസരിച്ച് വേണം ഷെയ്ഡ് ചെയ്യാൻ. നമ്മൾ ഫ്രണ്ടിൽ നിന്നൊക്കെ ലൈറ്റ് വരുന്നത്, ഇപ്പോൾ നമ്മൾ നോസൊക്കെ പൊങ്ങിയിരിക്കുന്ന ഭാഗം, അപ്പോൾ അവിടേക്കാണ് ലൈറ്റ് അടിക്കുക കൂടുതൽ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഈ നോസ് വരയ്ക്കുമ്പോൾ ഈ തുമ്പത്തൊക്കെ ഹൈലൈറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ ലൈറ്റ് വരണേ അത് മനസ്സിലാക്കിയിട്ട് വേണം ഷെയ്ഡ് ചെയ്ത് തുടങ്ങാൻ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു നോസ് വരയ്ക്കുമ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ മാത്രം അതിനൊരു ലൈഫ് ഉണ്ടാവില്ല. നമ്മൾ ഷെയ്ഡ്സ് കൊടുക്കുമ്പോഴാണ് അതിനൊരു ലൈഫ് വരുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ലൈറ്റ് എവിടെ നിന്നാണ് വരണതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഷെയ്ഡ് കൊടുക്കാൻ. ഇപ്പം ഞാനിവിടെ ഒരു സ്പിയർ വരച്ചിട്ട് ലൈറ്റ് എവിടെ നിന്നാണോ വരുന്നത് ആ രീതിയിൽ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഇവിടെ നിന്നാണ് ലൈറ്റ് വരണത്. അപ്പോൾ ഇതിൻ്റെ ഈ ലൈറ്റ് അടിക്കണ ഇത്രയും പോർഷനിൽ നമുക്ക് ലൈറ്റ് ടോൺസ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിഭാഗത്ത് നമുക്ക് മിഡ് ടോൺസ് കൊടുക്കണം. ഇത്രയും പോർഷൻ മിഡ് ടോൺസ് കൊടുക്കുക. അതുപോലെ ഏറ്റവും അടിയത്തെ പോർഷനിൽ ഏറ്റവും ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ്സ് കൊടുക്കണം, ഡാർക്ക് ടോൺസ് കൊടുക്കണം. പിന്നെ അതിൻ്റെ അടിയിൽ ഇതിൻ്റെ ഷാഡോ, ഈ സ്പിയറിൻ്റെ ഷാഡോ അടിയിൽ വരും. നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സ് വെച്ച് തുടങ്ങാം. മുകളിൽ നമ്മൾ കറക്റ്റ് ഡയറക്റ്റ് ലൈറ്റ് അടിക്കുന്ന ഭാഗം ഏറ്റവും ലൈറ്റ് ടോൺസ് കൊടുക്കാം.
അപ്പം നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കണം. നമ്മൾ ലൈൻസ് ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മുടെ പെൻസിൽ തമ്മിൽ ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം, അതുപോലെ ബ്രഷ് യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് കഴിഞ്ഞ് നമ്മൾ അടിയിൽ മിഡ് ടോൺസ് കൊടുത്ത് തുടങ്ങാം. എന്നിട്ട് ഈ 2 ലെയറും തമ്മിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ ഏറ്റവും താഴെ അവിടെയാണ് ലൈറ്റ് ഒട്ടടിക്കാത്ത പോർഷൻ, അവിടെ നമ്മൾ ഏറ്റവും ഡാർക്കർ ടോൺസ് വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ സ്പിയറിൻ്റെ ഷേഡോ താഴെ വരും, അത് നമുക്ക് വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ് വെച്ചിട്ടാണ് അത് കളർ ചെയ്തെടുക്കുക, അത് ഷെയ്ഡ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ചെയ്യാം. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് എവിടെ നിന്നാണ് വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതിൻ്റെ ഷേഡോ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഏത് പിക്ക് വരയ്ക്കുമ്പോൾ ഇത് മനസ്സിൽ വെച്ച് വരയ്ക്കുക. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മുടെ ലൈറ്റ് അടിക്കുന്നത് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മുടെ ഷേഡോ വരാം. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഷേഡോ വരാം. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെച്ച് എപ്പോഴും ഷെയ്ഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹൈലൈറ്റ് കൊടുക്കുക. ഇത് ഡയറക്റ്റ് ലൈറ്റ് അടിക്കണ അവിടെ നമുക്കൊരു ഹൈലൈറ്റ് കൊടുക്കേണ്ട ഒരു പോർഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ ഹൈലൈറ്റ് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മൾ ഒരു കുറച്ച് പോർഷൻ നമ്മൾ വൈറ്റ് കളറായിട്ട് ഇടണം. അതെന്താണെന്ന് വെച്ചാൽ അവിടെ ലൈറ്റ് അടിക്കുന്ന പോർഷനാണ്. കാരണം നമ്മൾ ഈ മുകളിൽ നിന്ന് വരുന്ന ലൈറ്റ് താഴെ ഗ്രൗണ്ടിൽ തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അത് വന്ന് വീഴുന്ന പോർഷനാണ് ഇവിടെ. അപ്പോൾ അവിടെ നമ്മൾ ഒരു വൈറ്റ് ചെറുതായിട്ട് അവിടെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കണം. അപ്പോൾ അത് നമ്മളിവിടെ ഇറേസർ വെച്ചിട്ട് അവിടെ മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് പിക്ക് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാ ഫോട്ടോസിനും ഇതുപോലെ ഷാഡോൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ അത് റിഫ്ലക്റ്റ് ചെയ്യണ പോർഷൻസ് ഉണ്ടാവും. അവിടെ ഇതുപോലെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിടണം. ഇനി ഞാൻ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് പറയാം. ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തു നിന്നാണ് ലൈറ്റ് വരുന്ന പോർഷൻ. അവിടെയുള്ള ഏറ്റവും ലൈറ്റ് ഷെയ്ഡ്സ് കൊടുക്കും, പിന്നെ അതുപോലെ ഹൈലൈറ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ മിഡ് ടോൺസ് കൊടുക്കും, പിന്നെ അതിൻ്റെ ഏറ്റവും താഴെയാണ് ഏറ്റവും ഡാർക്ക് ടോൺസ് കൊടുക്കുക. പിന്നെ അവിടെ നമ്മൾ എന്ത് കൊടുക്കും, റിഫ്ലക്ഷനും കൊടുക്കും. പിന്നെ ഇവിടെ ഏറ്റവും താഴെ ഈ സ്ഫിയറിൻ്റെ ഷാഡോ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏത് പിക്ക് വരയ്ക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഏറ്റവും പൊങ്ങി നിൽക്കുന്ന പോർഷൻസ്, ഫേസ് ഒക്കെ ആണെങ്കിൽ പൊങ്ങി നിൽക്കുന്ന പോർഷൻസിൽ ഹൈലൈറ്റും ഏറ്റവും ലൈറ്റ് ഷെയ്ഡ്സും കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെ മിഡ് ടോൺസ് കൊടുക്കുക. പിന്നെ ഏറ്റവും ഡെപ്തിലുള്ള പോർഷൻസിൽ ഡാർക്ക് ടോൺസ് കൊടുക്കുക. അപ്പോൾ എല്ലാ പിക്ക് ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്രിയേറ്റീവ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.